അഡ്വക്കേറ്റ് പ്രദീപ് കൂടി നമുക്കൊപ്പമുണ്ട്. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളും അതിൻ്റെ നിയമ സാഹചര്യവും കൃത്യമായി അറിയാവുന്നയാളാണ് അഡ്വക്കേറ്റ് പ്രദീപ്, താങ്കൾ ഈ സർഫാസി വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ളയാളാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു പുതിയ കാല പ്രതിസന്ധിയാണ് ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകൾ പലവട്ടം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിക്ഷേപകർ ഈ വലിയ വാഗ്ദാനങ്ങളിൽപ്പെട്ട് തുടർച്ചയായി ഇങ്ങനെ തട്ടിപ്പുകൾക്ക് വിധേയമാവുന്നു, അവർ ഇരകളാവുന്നു എന്നതാണ് സംസ്ഥാനത്തെ പൊതു സാഹചര്യം. നമ്മൾ പരിശോധിക്കുന്നത് ഈ കേസുകളുടെ രാഷ്ട്രീയ ഭാവിയാണ്, ഈ കേസുകളുടെ നിയമ നടപടികൾ ഭാവിയാണ്. കാരണം ഇരകൾക്ക് നീതി വൈകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ പരാമർശിക്കുന്ന ഈ പോപ്പുലർ ഫണ്ട് ഫിനാൻസ് കേസുകളിലൊക്കെ എത്ര കോടികളാണ് നിക്ഷേപകർക്ക് കിട്ടാനുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇതിൽ നീതി ഉറപ്പാക്കാൻ വൈകുന്നത്? നമ്മുടെ പ്രശ്നം എവിടെയാണ്? ഇത് ഒരു പുതിയ തട്ടിപ്പല്ല. നമുക്കറിയാം, ആടുമാഞ്ചിയം തുടങ്ങി അവസാനം ടോട്ടൽ ഫോർ യു അടക്കം തുടങ്ങി ഇന്നിപ്പോ ലാസ്റ്റ് ഹൈറിച്ചിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇവിടെ കൃത്യമായും ജാഗ്രത പാലിക്കേണ്ട ഭരണകൂടങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ കാരണം. കേരളത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായത് ഒരു സാമ്പത്തിക സാക്ഷരതയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി കേരളത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ജനങ്ങളെ സംബന്ധിച്ച് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നുവോ അവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുമ്പോൾ അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അത് എത്രത്തോളം നിയമപരമായിട്ടാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്ന കാര്യങ്ങളൊന്നും ജനം ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒന്ന്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിയമവിരുദ്ധമായിട്ടല്ല ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ, പിന്നീട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും 100% നിയമവിരുദ്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും അതേപോലെ തന്നെ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനം ലോങ് റണ്ണിൽ റൺ ചെയ്യില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ കാലപരിധിക്കുള്ളിൽ തന്നെ വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് പരമാവധി പണം പിരിച്ചെടുത്തുകൊണ്ട് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവിടുത്തെ നിയമത്തിന്റെ അപര്യാപ്തത തന്നെയാണ്. ഇത്രയും തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ട് പോലും ഒന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ജാഗ്രത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് കഴിഞ്ഞ, എനിക്ക് തോന്നുന്ന 2 വർഷത്തോളമാണ് ആയിട്ടേ ഉള്ളൂ, ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് ഗവൺമെന്റ് രൂപം കൊടുത്തിരിക്കുന്നത്. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെന്റിന് കഴിയുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇരകളാക്കപ്പെട്ട ഇരകളുടെ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നീതി ഒരിക്കലും കിട്ടില്ല എന്നത് 100% ഉറപ്പ് തന്നെയാണ്.